തീസം, എത്തീസം, അഗ്നോസ്റ്റിസിസം. ഇതിൽ അഗ്നോസ്റ്റിസിസം എന്തുകൊണ്ട് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമേ ഈ മൂന്നെണ്ണത്തിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഡെഫിനിഷൻ നമ്മൾ തരുന്നതായിരിക്കും. ആദ്യം എന്താണ് തീസം? തീസം എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, വിശ്വാസം. എന്തെങ്കിലും ഒരു ഹയർ പവറിൽ അല്ലെങ്കിൽ ഹയർ സോഴ്സിൽ ലൈക്ക് ഗോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പവറിലൊരു ബിലീഫുള്ള ഒരാളെയാണ് നമ്മൾ തീയിസ്റ്റിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീസം എന്ന് പറയുന്നത്. സോ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഈ ഒരു തീസം എന്ന് പറയുന്നതിൽ. പിന്നെ പറയുകയാണെങ്കിൽ എത്തീസം എന്ന് പറഞ്ഞാൽ നേരെ തീസത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്, അറിയാലോ. ലൈക്ക് ഡിസ്ബിലീഫ് ഇൻ ഗോഡ്, നിരീശ്വരവാദം, ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു ഹയർ സോഴ്സ് ഓഫ് പവറിൽ അല്ലെങ്കിൽ ഹയർ സോഴ്സ് ഓഫ് ഒരു ശക്തിയിൽ അല്ലെങ്കിൽ ഗോഡിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ എത്തീസ്റ്റിക് ആയിട്ടുള്ള എത്തീസം എന്ന് പറയുന്നത്. സോ ഇതാണ് എത്തീസം ബേസിക്കലി കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി തേർഡ് കാറ്റഗറിയാണ് ഈ അഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത്. അതായത് അഗ്നോസ്റ്റിസിസത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ദേ ആർ നൈദർ തീസ്റ്റിക് നോർ എത്തീസ്റ്റിക്കുമല്ല തീസ്റ്റിക്കുമല്ല. അതായത് ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്സിൽ പെടുന്ന ഒരു ആൾക്കാരെയാണ് അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അതായത് ഒരു അഗ്നോസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബിലീഫും ചെയ്യുന്നില്ല, ഡിസ്ബിലീഫും ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അഗ്നോസ്റ്റിക്കിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയും ഐ നോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് ഈ അഗ്നോസ്റ്റിക് എങ്കിൽ അയാൾ പറയാമെന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ, എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊരു ഉത്തരമായിരിക്കും എപ്പോഴും ഒരു അഗ്നോസ്റ്റിക് പറയാമെന്ന് പറയുന്നത്. അതായത് ഹി നൈദർ ഡിസ്ബിലീഫ്, ഇല്ല എന്നും പറയുന്നില്ല ഉണ്ടെന്നും പറയുന്നില്ല, പക്ഷെ ഒരു ഐദർ ഓർ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ഒരു അഗ്നോസ്റ്റിക് എപ്പോഴും നിൽക്കുക എന്ന് പറയുന്നത്. ബിക്കോസ് അദ്ദേഹം ഒന്നെങ്കിൽ അദ്ദേഹം ഒരു എൻക്വയറി മോഡിലായിരിക്കും, അതായത് ഒരു അന്വേഷണത്തിൻ്റെ ഒരു പാതയിലുള്ള ഒരാളായിരിക്കും മിക്കവാറും ഒരു അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ഹി മൈറ്റ് ബി സെർച്ചിങ് ഫോർ സം ഹയർ പവർ ഓർ ഹയർ സോഴ്സ്. പക്ഷേ ഇതേവരെ അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസിൽ അദ്ദേഹത്തിന് വന്നിട്ടില്ല. ഒരു എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് എന്ന സംഭവം ഒരു അഗ്നോസ്റ്റിക്കിന് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അഗ്നോസ്റ്റിക് എന്ന പാതയിലുള്ളവരെപ്പോഴും ഒരു എൻക്വയറി മോഡിലായിരിക്കും ഉണ്ടാകുക എന്ന് പറയുന്നത്. ദേ ആർ സെർച്ചിങ് ഫോർ വാട്ട് ഈസ് ദ ട്രൂത്ത്, വാട്ട് ഈസ് എന്തെങ്കിലും ഉണ്ടോ, ഒരു ഹയർ സോഴ്സ് ഓഫ് പവർ അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടോ എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവർക്കത് വേണം. എങ്കിൽ മാത്രമേ ഒരു അഗ്നോസ്റ്റിക്കിന് ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ സാധിക്കുള്ളൂ. സോ നോർമലി അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ദേ ആർ ഇൻ ആൻ ഓപ്പൺ മൈൻഡഡ് എൻക്വയറി മോഡാണ്, ഒരു അന്വേഷണത്തിൻ്റെ ഒരു മോഡിലാണ് എപ്പോഴും അവർ ഉള്ളതെന്ന് പറയുന്നത്. സോ ഇഫ് യു ആസ്ക് അഗ്നോസ്റ്റിക് അബൌട്ട് വെദർ യു ഡു യു നോ അബൌട്ട് ഗോഡ് ഓർ നോട്ട്, അല്ലെങ്കിൽ ഒരു ഹയർ സോഴ്സിൽ പറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മിക്കപ്പോഴും അദ്ദേഹം പറയാമെന്ന് പറയുന്നത് ഐ ആം ഇൻ എൻ എൻക്വയറി മോഡ്, ഞാനൊരു അന്വേഷണത്തിലാണ് എന്നായിരിക്കും പൊതുവേ പറയാമെന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ഈ ഒരു അഗ്നോസ്റ്റിക് എന്ന ഒരു അപ്രോച്ച് എന്തുകൊണ്ട് നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നു? ബിക്കോസ് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ എപ്പോഴും പറയാമെന്ന് പറയുന്നത് അൺലെസ് യു ഹാവ് ആൻ എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് ഇൻ സം ഹയർ സോഴ്സ്, നമുക്കൊരു എക്സ്പീരിയൻസ്, ഒരു സബ്ജക്റ്റീവ് ലെവലിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിൽ നമ്മളത് ഒരു കൺക്ലൂഷനിലേക്ക് വരാവുള്ളൂ എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. അതായത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ഒരിക്കലും മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന പാതയെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഒരു എക്സ്പെരിമെൻ്റലായിട്ട് ഒരു ഹൈപ്പോത്തിസിസ് പോലെ സയൻറ്റിഫിക് അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ എപ്പോഴും മെഡിറ്റേഷനെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ എത്തീസത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു വിശ്വാസിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു നിരീശ്വരവാദിയാണെന്ന് വിചാരിക്കുക. ബോത്ത് ആർ കൺക്ലൂഷൻസ് ആണ്. അതായത് ഓൾറെഡി നിങ്ങൾ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. ഒരാൾ പറയുന്നു ദൈവമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു ഹയർ സോഴ്സ് ഓഫ് പവർ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രിയേഷനൊക്കെ ഉണ്ടായത്. സോ ദെയർ മസ്റ്റ് ബി എ ക്രിയേറ്റർ ബിഹൈൻഡ് ദിസ് ക്രിയേഷൻ. ഉറപ്പായിട്ട് ഒരു ഹയർ സോഴ്സ് ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ വേറൊരാൾ പറയുന്നു, ഒരു എത്തീസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല, ഒരു ക്രിയേറ്ററും ഇല്ല, ഒരു ദൈവവും ഇല്ല. ഒരു എത്തീസ്റ്റുകളൊക്കെ പൊതുവെ ഉന്നയിക്കുന്ന വാദങ്ങളെന്ന് പറയുന്നത് ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്ത് ഇത്രയും ക്രൈംസ് നടക്കുന്നു, ഇത്രയും വയലൻസ്, മർഡർ, ക്രിമിനൽസ്, ഇവരെയൊക്കെ ദൈവത്തിന് കൺട്രോൾ ചെയ്തുകൂടെ, ഈ ക്രൈംസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്തുകൂടെ, എന്തുകൊണ്ട് ഈ വേൾഡ് ഒരു പാരഡൈസ് ആക്കിക്കൂടാ, എത്രത്തോളം നെഗറ്റിവിറ്റി, പോവർട്ടി, എത്ര ആൾക്കാർ മരിക്കുന്നു, ദാരിദ്ര്യം മൂലം മരിക്കുന്നു, ഹങ്കർ മൂലം മരിക്കുന്നു, ഇവരെയൊക്കെ ദൈവത്തിന് രക്ഷിച്ചൂടെ? ഇഫ് ഹി ഹാസ് സം പവർ, ഇഫ് ഹി ക്രിയേറ്റഡ് ദിസ് വേൾഡ്, ഇത്രയും വലിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിലെ ലൂപ്പ് ഹോൾസ്, ഇംപെർഫെക്ഷൻസ് ഒക്കെ അദ്ദേഹത്തിന് മാറ്റിക്കൂടാ?
പെർഫെക്ഷനിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ ഈ ഒരു ലോകത്തെ, ഈ ഒരു യൂണിവേഴ്സിനെ എന്നുള്ള കാര്യങ്ങളാണ് എത്തീസ്റ്റുകൾ ഉന്നയിക്കുക എന്ന് പറയുന്നത്. സോ രണ്ടുപേരുടെ രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ലോജിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വന്നിട്ടുള്ള ഒരു ആൾക്കാരാണ്. ബിക്കോസ് ഇത് ലോജിക്കലി അനാലിറ്റിക്കലി ഒരു മൈൻഡ് ഉപയോഗിച്ചാണ് ഒരു കൺക്ലൂഷനിലേക്ക് വരിക എന്ന് പറയുന്നത്. തീസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് കുറച്ചുകൂടെ അവരൊരു ബിലീഫാണ്. ലൈക്ക് അവർക്കൊരു ഹയർ പവറിൽ, ഒരു ഹയർ സോഴ്സിൽ ഒരു വിശ്വാസം ഉള്ളപ്പോൾ അവർക്കൊരു മനസ്സമാധാനവും കൂടുതൽ കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് മേക്സ് ദം മോർ അലൈവ്. ഒരു വിശ്വാസം എപ്പോഴും അവരെ ഒരു പല കാര്യങ്ങളും ജീവിതത്തിലെ പല നേട്ടങ്ങളും നേടാനും പിന്നെ കൂടുതൽ അവർക്കൊരു പേഴ്സണൽ ലെവലിലായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഒരാളൊരു വിശ്വാസിയാകുന്നത് എപ്പോഴും അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾക്ക് ഒരുപാട് ആ ഒരു വിശ്വാസം മൂലം ഒരുപാട് ഗുണങ്ങളും അച്ചീവ്മെൻറ്റും അയാളുടെ ജീവിതം സക്സസ് ആകാൻ ചിലപ്പോൾ കാരണമായിട്ട് അയാൾക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് അയാളുടെ വിശ്വാസമായിരിക്കാം. അയാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അയാൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ സക്സസ്ഫുൾ ആകുന്നു. അങ്ങനെ ഒരു പേഴ്സണൽ ലെവലിൽ ഒരു പേഴ്സണൽ ഗെയിൻസ് ഒരുപാട് അദ്ദേഹത്തിന് ആ വിശ്വാസം മൂലം കിട്ടുന്നതുകൊണ്ടാകാം ഒരു പക്ഷേ അയാളൊരു വിശ്വാസിയാകാൻ. പലർക്കും പല കാരണങ്ങളുണ്ട്. ഞാൻ അനാലിറ്റിക്കലി നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, വിശ്വാസികളിൽ കൂടുതൽ അവരുടെ പേഴ്സണൽ ലെവലിൽ അവർക്ക് അച്ചീവ്മെൻറ്റ്സ് സംഭവിക്കുന്നതുകൊണ്ടാണ് അവർ വിശ്വാസിയാകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ പൊതുവെ ഈ തീസ്യത്തിലുള്ളവരിൽ കൂടുതലും അവർക്കൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ഗോഡോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ലെവൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തപ്പോഴാണല്ലോ നമ്മൾ ബിലീഫ് എന്ന് പറയുന്നത്. വിശ്വാസവും എക്സ്പീരിയൻസും നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തപ്പോഴാണ്. അതായത് ഇപ്പം എന്താ പറയുക, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരു ഹയർ പവറിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ അവിടെ നമുക്ക് എക്സ്പീരിയൻസ് നോർമലി ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഹി ഓൾറെഡി നോസ് ഇറ്റ് സംതിങ്. അതാണ് എക്സ്പീരിയൻസിൻ്റെ വിശ്വാസത്തിൻ്റെയും ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കണ്ണ് കാണാൻ മേലാത്ത ആളെ സംബന്ധിച്ചോളം, ഒരു ജന്മനാ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചോളം വെട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു വിശ്വാസമാണ്. മറ്റുള്ളവരെ പറയുന്നു, ചുറ്റുമുള്ളവരും ചുറ്റുമുള്ള കാഴ്ചക്കാരെല്ലാം നിരന്തരം പറഞ്ഞ് കേട്ട് അതിനെ വർണ്ണിച്ച് വിവരിച്ച് കൊടുത്തിട്ടുള്ള ഒരു വിശ്വാസമാണ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് ലൈറ്റ് എന്ന് പറയുന്നത്, വെട്ടം എന്ന് പറയുന്നത്. അയാളെ സംബന്ധിച്ചുള്ള അതൊരു എക്സ്പീരിയൻസ് അല്ല, അതൊരു വിശ്വാസമാണ്. അങ്ങനെ ഉണ്ട് എന്നെല്ലാവരും പറയുന്നത് കൊണ്ട് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്ത നിർഭാഗ്യവശാൽ കാഴ്ചയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. അതുപോലെയാണ് ഈ നോർമലി ഈ ഗോഡിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് അല്ല, ഒരാളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ പാതയിൽ പോകാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് എ ബ്ലൈൻഡ് തിങ്. ബിലീഫ് എന്ന് പറയുന്നത് എപ്പോഴും ബ്ലൈൻഡാണ്. ഇറ്റ് ഈസ് നോട്ട് ഇക്വാലൻറ്റ് ടു എക്സ്പീരിയൻസ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന്. സോ അഗ്നോസ്റ്റിസിസം എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കില്ല ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു എൻക്വയറി നടത്തുമ്പോൾ, സ്പിരിച്വൽ എൻക്വയറി നടത്തുമ്പം ഒരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കില്ല ഒരു അഗ്നോസ്റ്റിക് എപ്പോഴും പോകുകയെന്ന് പറയുന്നത്. ഹി നീഡ്സ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന് ആ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ്, എക്സിസ്റ്റൻഷ്യൽ ലെവൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസിൽ ആണ് അദ്ദേഹം എപ്പോഴും മുൻതൂക്കം നൽകുക എന്ന് പറയുന്നത്. ബിക്കോസ് ബിലീഫ് ഒരിക്കലും തൃപ്തിപ്പെടുത്തില്ല എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിലീഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ ആയിരിക്കാം. നമ്മൾ ഒരുപാട് ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ സങ്കല്പിക്കാൻ തുടങ്ങും. ഇമാജിനേഷൻസ് ക്യാൻ കളർ യുവർ ബിലീഫ് സിസ്റ്റം. സോ ബിലീഫ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സയൻറ്റിഫിക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി കളേർഡ് ബൈ യുവർ ഇമാജിനേഷൻ. പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മൾ കണ്ണുള്ളപ്പം കണ്ണിലൂടെ നമ്മൾ കാഴ്ചകൾ കാണുന്നു, ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെയാണ് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അവിടെ ബിലീഫിന് ഒരു വാല്യൂ ഇല്ല അവിടെ. സോ അഗ്നോസ്റ്റിസിസം എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തീസ്റ്റിക് ആയിരുന്നു. തീസ്യത്തിലാണ് കാരണം ഞാനൊരു ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവവിശ്വാസത്തിലേക്ക് നമ്മളെ കൊച്ചിലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഒരു പർട്ടിക്കുലർ ഏജ് വരെ ഞാൻ തീസ്റ്റിക് ആയിരുന്നു. സോ പിന്നീട് നമ്മൾ പല സാഹചര്യങ്ങൾ പോലും നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നു. നമുക്ക് പല സിറ്റുവേഷൻസ്, ജീവിതത്തിൽ പല യാഥാർത്ഥ്യങ്ങളും വരുമ്പോൾ ദൈവമുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് തോന്നി തുടങ്ങി. പിന്നെ ദൈവമില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് വരുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓപ്പോസിറ്റിലേക്ക് പോകുന്നു, എത്തീസം ആകുന്നു. കുറേ നാൾ ഞാൻ എത്തീസ്റ്റിക് ആയിരുന്നു. പക്ഷേ എത്തീസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, you can have a disbelief, you can criticize God, you can deny God, you can deny any form of higher power or higher form of creation.
അതിനെല്ലാം നമുക്ക് ഡിനൈ ചെയ്യാം. പക്ഷേ എത്തീസത്തിൻ്റെ കുഴപ്പം എന്ന് പറയുന്നത്, എത്തീസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുന്നത്, അത് നമ്മളെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകത്തില്ല. ലൈഫ് ഈസ് മീനിങ്ലെസ്, ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ല, ഒന്നുമില്ല. ജീവിതം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. അത് ഇറ്റ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. ഒരു മീനിങ്ലെസ്നെസ്സിലേക്ക്, എക്സ്ട്രീം സെൻസ് ഓഫ് എക്സിസ്റ്റൻഷ്യൽ മീനിങ്ലെസ്നെസ്സിലേക്ക് നമ്മളെ തള്ളി നീക്കുന്നൊരു സംഭവമാണ് ഈ എത്തീസം എന്ന് പറയുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് പേഴ്സണൽ ഫിറ്റ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണിത്. ഐ വാസ് ആൻ എത്തീസ്റ്റ് ഫോർ എ ലോങ് ടൈം. സോ ഇറ്റ് വാസ് നെവർ എന്താ പറയുക, നമുക്കൊരു ഒരു 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 എക്സ്റ്റസിയോ ഒരു പരമാനന്ദമോ ഒന്നും നമുക്ക് നൽകുന്നൊരു സംഭവമല്ല. ഇറ്റ് ഓൾവേസ് ലീഡ്സ് യു ഇൻ ടു ഡീപ്പർ ഡിപ്രഷൻ ബിക്കോസ് യു സീ ദ നെഗറ്റീവ് സൈഡ്സ് ഓഫ് ലൈഫ് സോ മച്ച്. ബിക്കോസ് ലൈഫിൻ്റെ മീനിങ്ലെസ്നെസ്, എസ്പെഷ്യലി ഒരുപാട് ലോകത്ത് ഒരുപാട് മർഡർ നടക്കുന്നു, വയലൻസ് നടക്കുന്നു, റേപ്പ് നടക്കുന്നു, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. സോ വെൻ യു ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ, ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സന്തോഷങ്ങളും കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇഫ് യു ലുക്ക് ഇൻ ദ വൈഡർ പെർസ്പെക്റ്റീവ്, ലൈഫ് ഈസ് മീനിങ്ലെസ് എന്നൊരു ഉത്തരമാണ് നമുക്ക് എപ്പോഴും എത്തീസം നൽകാമെന്ന് പറയുന്നത്. ഇഫ് യു എത്തീസം ഓൾവേസ് ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ്, ഡിസ്ബിലീഫാണ്, ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ്. പക്ഷേ എത്തീസം ഇറ്റ് കാനോട്ട് സാറ്റിസ്ഫൈ, ഒരു കോണ്ടൻമെൻറ്റ് നമുക്ക് ലൈഫിൽ തരില്ല. സോ ദാറ്റ്സ് ഹൗ ഐ ടേൺ ഇൻ ടു അഗ്നോസ്റ്റിസിസം. അഗ്നോസ്റ്റിസിസിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ്ഡ് ആകുന്നത് ഓഷോ മൂലമാണ്. ഓഷോയുടെ ഡിസ്കോഴ്സസിൽ നിന്നാണ് ആ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് എനിക്ക് കിട്ടിയെന്ന് പറയുന്നത്. കാരണം അദ്ദേഹം എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എൻ്റെ അടുത്ത് വരുന്ന നിങ്ങൾ എൻ്റെ മെഡിറ്റേഷൻസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ബിലീഫോടെ നിങ്ങളൊരു മെഡിറ്റേഷനോ എൻ്റെ ഒരു സ്പിരിച്വൽ മെത്തേഡ്സിനെ ഒന്നും ഫോളോ അപ്പ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ ഒന്നും പരിശീലിക്കാൻ പാടില്ല. വാട്ട് യു നീഡ് ഈസ് ആൻ ഓപ്പൺ മൈൻഡൻസ്, ഒരു എൻക്വയറി മോഡ്. അദ്ദേഹം എപ്പോഴും പറയാനുള്ള കാര്യമാണ് അഗ്നോസ്റ്റിസിസം ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സ്പിരിച്വൽ സീക്കിംഗ് അല്ലെങ്കിൽ ഇൻ ദ വേൾഡ് ഓഫ് മെഡിറ്റേഷൻ. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് അദ്ദേഹം പറയാമെന്ന് പറയുന്നത് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ട്രൂത്ത്, ജീവിതത്തിൻ്റെ സത്യം എന്താണ്, റിയാലിറ്റിയുടെ എസെൻസ് എന്താണ്, മെഡിറ്റേഷൻ്റെ ഒരു ഹയസ്റ്റ് പീക്ക്, എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ യോഗയിൽ സമാധി എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേറ്റ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഫോർ ഹിം ഇറ്റ് ഈസ് നോട്ട് എ ബിലീഫ് ഓർ ഡിസ്ബിലീഫ്. അദ്ദേഹം സംബന്ധിച്ചുള്ള ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അദ്ദേഹത്തിൻ്റെ ഡീപ്പ് മെഡിറ്റേഷൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേറ്റിൽ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് അദ്ദേഹത്തിൻ്റെ സെൽഫ് റിയലൈസേഷൻ അദ്ദേഹത്തിന് സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ഫോർ ഹിം ഇറ്റ്സ് ഈസ് ആൻ എക്സ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ്. പക്ഷേ ഒരു ഡിസൈപ്പിളായിട്ടുള്ള ശിഷ്യന്മാരോട് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്, യു ഷുഡ് നോട്ട് ബിലീവ് ഇൻ വാട്ട് ഐ സേ, വാട്ട് യു നീഡ് ഈസ് ആൻ എൻക്വയറി മോഡ്. നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന എൻ്റെ മെഡിറ്റേഷൻസ്, ഞാൻ ഡെവലപ്പ് ചെയ്ത മെഡിറ്റേഷൻസ് ഉണ്ട്, പിന്നെ വേറെ ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട്. പല മെഡിറ്റേഷൻസും നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, അതൊക്കെ പരിശീലിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ എന്നൊരു എക്സ്പീരിയൻസ്, നോട്ട് എ ബിലീഫ്, നിങ്ങളുടെ ഇമാജിനേഷൻസൊന്നും അല്ല, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്കത് എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടോ, നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടോ. മെയിൻ സംഭവം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. മെഡിറ്റേഷനിൽ നമുക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. ഇപ്പോൾ ഞാൻ തന്നെ കുറേ വർഷങ്ങളായി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യലി ഒന്നും വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല, ടൈം എടുക്കും. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് അറൗണ്ട് 3 years ആയിട്ടുണ്ട് പലതരം മെഡിറ്റേഷൻസ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പം മെഡിറ്റേഷൻസ് വർക്കാവാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ ആക്ച്വലി. അപ്പോൾ കഴിഞ്ഞൊരു 3-4 മാസത്തിൽ എനിക്ക് ഒരുപാട് ഐ ഫീൽ മോർ എക്സ്റ്റാറ്റിക്, ബ്ലിസ്ഫുൾ, അങ്ങനെ ഒരുപാട് ചേഞ്ചസ്. ലൈഫ് ഭയങ്കര പീസ്ഫുൾ, കാമായി. അതായത് എനിക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ പണ്ടത്തെ ലൈഫ് വെച്ച് നോക്കും, പണ്ടത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ നെഗറ്റിവിറ്റി, ഡിപ്രഷൻ, അങ്ങനെ ഫുൾ കോംപ്ലക്സിറ്റിയിൽ നിന്ന് ലൈഫ് ഭയങ്കര ഈസി ആയിട്ട്, വളരെ ഒരു സിങ്ക്രോണിസിറ്റി വിത്ത് ലൈഫ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് എനിക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത്. ഐ ഡോണ്ട് ഹാവ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് യെറ്റ്. ഞാനൊരു സ്പിരിച്വൽ സീക്കറാണ്, പക്ഷേ എനിക്ക് സ്പിരിച്വൽ ലെവലൊന്നും എക്സ്പീരിയൻസ് സാധിച്ചില്ലെങ്കിൽ പോലും ലൈഫിൻ്റെ ആ ഒരു കോണ്ടൻമെൻറ്റും ഒരു ബ്ലിസ്ഫുൾനെസ്സും ഒക്കെ നല്ല രീതിയിൽ, ഒരു സിങ്ക്രോണിസിറ്റി നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് ഫ്രം മെഡിറ്റേഷൻ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആസ് എൻ എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട്, അനുഭവമായിട്ട് എനിക്ക് എന്നിൽ വന്ന മാറ്റങ്ങൾ എനിക്കുള്ളിൽ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തിരിച്ചറിയാൻ തോന്നുന്നുണ്ട്. ഇതൊരു വിശ്വാസമല്ല, എന്നിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അതെനിക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, എനിക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. സോ ഓഷോ പറയുന്നത് ഇതൊരു സ്റ്റേജാണ്. അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷനിൽ ഡീപ്പായി പോകുമ്പോൾ യു മേ ഓർ മേ നോട്ട്, ഇറ്റ്സ് അപ് ടു യു ഹൗ മച്ച് ഇൻറ്റൻസിറ്റി ഇല്ല നിങ്ങളത് ചെയ്യുന്നു എന്നതിലെ അടിസ്ഥാനമായി ആണ് നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ ആ ഒരു പീക്ക് ലെവലിലേക്ക് പോകാമെന്ന് പറയുന്നത്. സോ അഗ്നോസ്റ്റിക്സിൻ്റെ പാതയിലെന്ന് പറയുമ്പം ഈസ് ആൻ ഓപ്പൺ മൈൻഡഡ്. അൺലെസ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യാതെ അദ്ദേഹം ഒന്നിലും
വിശ്വസിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഇഫ് യു എക്സ്പീരിയൻസ് സംതിങ് ദെൻ യു ഡോണ്ട് ഹാവ് ടു ബിലീവ്. ബിലീഫ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തപ്പോൾ വേണ്ട ഒരു എന്താ പറയുന്നത് ഒരു 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 റോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എക്സ്പീരിയൻസിന് പകരമായിട്ടുള്ള റോങ് ആയിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ആണ് ബിലീഫ് എന്ന് പറയുന്നത്. പക്ഷേ ബിലീഫിന് ഇവിടെ അടിസ്ഥാനമില്ല. അഗ്നോസ്റ്റിസത്തിൽ ഒരു അഗ്നോസ്റ്റിക് പേഴ്സൺ ഈസ് ഇൻ ആൻ എൻക്വയറി മോഡ്. വൺസ് ഹി എക്സ്പീരിയൻസ് സംതിങ്, ദാറ്റ്സ് വാട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം. ഒരു എക്സ്പീരിയൻസിനാണ് എപ്പോഴും ആ ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ഈസ് ഓൾവേസ് ഇൻ ആൻ എൻക്വയറി മോഡ്. ഒരു എക്സ്പ്ലോറേഷനാണ്, ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. വിശ്വാസവുമില്ല, ഡിസ്ബിലീഫുമില്ല. വാട്ട് ഹി നീഡ്സ് ഈസ് ഹി വാണ്ട് ടു എക്സ്പ്ലോർ ദി ഇന്നർ വേൾഡ്, ദ മിസ്റ്ററീസ് ഓഫ് ലൈഫ്. ലൈഫിൻ്റെ യാഥാർത്ഥ്യം എന്ത്, സത്യം എന്ത്, ഇത്രയും വലിയൊരു യൂണിവേഴ്സ്, ഇത്രയും വലിയൊരു ക്രിയേഷൻ, ഇതൊക്കെ എവിടെ നിന്ന് വന്നു, ഇതിൻ്റെ പിന്നിൽ എന്താണ് ഒരു മിസ്റ്ററി, എന്താണ് ശരിക്കും ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ, എന്താണ് ഈ മാജിക്. കാരണം ഒരു അഗ്നോസ്റ്റിക് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല. അതായത് ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്ന ഒരു ഹയർ പവർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഗോഡ് എന്നൊരു കോൺസെപ്റ്റിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ആയി വരും. പക്ഷേ വിശ്വസിക്കാതിരുന്നാലുള്ള നമ്മൾ ഡിസ്ബിലീഫ് ചെയ്യുക, ദൈവമില്ലെന്ന് ഡിനൈ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയുന്നത് പിന്നെ എവിടെ നിന്ന് വരുന്നു? ഇത്രയും വലിയൊരു ക്രിയേഷൻ അല്ലേ, ഇത്രയും വലിയൊരു മാജിക്കൽ യൂണിവേഴ്സ്, ഹൗ ഇറ്റ് കെയിം ഓൺ ടു ഹാപ്പൻ, why this world is happening, why you are born, ഞാൻ എന്തുകൊണ്ട് ജനിച്ചു, എന്തുകൊണ്ട് ഈ ഒരു ക്രിയേഷൻ സംഭവിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ലൈഫ്, എന്താണ് ഈ ലൈഫിൻ്റെ സോഴ്സ് എന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരു ഡിസ്ബിലീഫിൽ നിന്നും, നമ്മളൊരു എത്തീസ്റ്റിക്കൽ ലെവലിൽ പോയി കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ഡിസ്ബിലീഫിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ചുള്ള എത്തീസിസം എന്ന് പറയുന്നത് ഒരു നെഗറ്റിവിറ്റിയിലേക്കാണ് എന്നെ കൊണ്ടുപോയെന്ന് പറയുന്നത്. പക്ഷേ അഗ്നോസിസം എന്ന് പറയുമ്പോൾ യു ഗോ ഇൻ ടു യുവർ ഡീപ്പർ സോഴ്സസ് ഓഫ് ലൈഫ്. മെഡിറ്റേഷൻ എന്നൊരു മെത്തഡോളജി, ഒരു സയൻറ്റിഫിക് മെത്തഡോളജി, സെൽഫ് എൻക്വയറിക്ക് വേണ്ടി നമ്മളെ സ്വയം അറിയുക അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷന് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു മെത്തഡോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നർ സയൻസിന് വേണ്ടി, സ്പിരിച്വൽ സീക്കിങ്ങിന് വേണ്ടി ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്, മെഡിറ്റേഷൻ എന്നത്. സോ യു എക്സ്പ്ലോർ മെഡിറ്റേഷൻ മെത്തേഡ്സ്, ഗോയിങ് ടു ഡീപ് മെഡിറ്റേഷൻ ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട്. യു മേ ഓർ മേ നോട്ട് ഫൈൻഡ് ഔട്ട്, ബട്ട് ഗിവ് എ ചാൻസ്, ഗിവ് എ ട്രൈ എന്നതാണ് അഗ്നോസിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അഗ്നോസിസം ഈസ് ഓൾവേസ് ഈസ് ആൻ എൻക്വയറി, ഒരു എക്സ്പ്ലോറേഷനാണ്. ബിലീഫിനൊന്നും അവിടെ പ്രസക്തിയില്ല. ഇറ്റ്സ് ആൻ ഓപ്പൺ മൈൻഡഡ് ജേർണി ഇൻ ടു മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി ടു ഹാവ് ആൻ എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ്. ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് വരുന്നത് വരെ ഒരു എൻക്വയറി മോഡിൽ പോകാൻ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് സെറ്റാണ് അഗ്നോസ്റ്റിസിസം എന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ ഇൻ ദിസ് വീഡിയോ, ഹൗ അഗ്നോസ്റ്റിസിസം ഈസ് ഹെൽപ്ഫുൾ ഫോർ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത കിട്ടി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.